സർജറി ഒക്കെ കഴിഞ്ഞു. എന്ത് ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവില്ലേ ഹോസ്പിറ്റലിലെ ഒരു അന്തരീക്ഷം. ആശുപത്രിയിൽ ഞാൻ ഒരാഴ്ചയായി ഇവിടെ വന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോയുടെ അകത്ത് ഒരു മാസമായിട്ട് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ കയറുക, ഇറങ്ങുക, മെഡിക്കൽ കോളേജിലേക്ക് നടക്കുക, ഇങ്ങോട്ട് വരിക, വീണ്ടും മെഡിക്കൽ കോളേജിൽ പോവായി കുഞ്ഞായിരുന്നു കേട്ടാ. ലാസ്റ്റ് പിന്നെ നമ്മൾ ഗതി മുട്ടുകയെന്ന് പറയില്ലേ, അങ്ങനെ മുട്ടിയപ്പോൾ പിന്നെ പ്രൈവറ്റായിട്ട് കാണിച്ചു. കുറച്ച് ദിവസമായിട്ട് വയ്യാന്നുള്ള വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് യാതൊരു വഴിയില്ലാന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ പ്രൈവറ്റായിട്ട് തന്നെ കാണിച്ചു. കുന്നംകുളം മലങ്കര, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് മലങ്കര ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ ജാനകി ഡോക്ടറെ തന്നെ കാണിച്ചു. ജാനകി ഡോക്ടറെ തരുന്ന എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആളെ ജയിപ്പിക്കാനും ലാസ്റ്റ് വന്നിട്ടാ. അപ്പോൾ ആൾ പറഞ്ഞൊരു സർജറി, എമർജൻസി ആയിട്ട് ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച വന്നിട്ട് ഇവിടെ അഡ്മിറ്റായി. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാഞ്ഞതും ഇടാഞ്ഞതും അങ്ങനെയുള്ള ഇതൊക്കെ. കാരണം ഒന്നിനെ ആർക്കും മാനസികമായിട്ടും സുഖം ഉണ്ടായിരുന്നില്ല, ശാരീരികമായിട്ടും എല്ലാം. ഇപ്പോൾ പിന്നെ ശരി എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് തിങ്കളാഴ്ച ഞങ്ങൾ അഡ്മിറ്റായി. ചൊവ്വാഴ്ചയായിരുന്നു ഓപ്പറേഷൻ കേട്ടോ. അപ്പോൾ ഇന്ന് ഡിസ്ചാർജാണ്, ഇന്ന് ശനിയാഴ്ച ഡിസ്ചാർജാണ്. കുറേശ്ശെ പനി ഉണ്ടായിരുന്നു സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പിന്നെ തീരെ ബ്ലഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബ്ലഡൊക്കെ 2-3 ആൾക്കാരുടെ ബ്ലഡ് കയറ്റിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. വിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞു 5 മണി 6 മണി വരെ നോക്കിയിട്ട് പനി ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് യൂട്രസ് റിമൂവ് ചെയ്തു. ഓപ്പൺ സർജറി ആയിരുന്നു, ലാബ്രോസ്കോപ്പിയിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല വേദനയാണ്. അത് മെല്ലെ നടക്കണതൊക്കെ അതാണ് കേട്ടോ. കാരണം നടക്കാൻ നന്നായി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് എണീറ്റ് നിൽക്കുമ്പോൾ തന്നെ മുറിവ് ഭയങ്കര വലിച്ചതാണ്. സിസേറിയൻ എങ്ങനെ ദേവുട്ടിന് സിസേറിയനായിരുന്നു, അതേമാതിരി തന്നെ ഇത് ഓപ്പൺ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ദിവസം വീഡിയോ ഇടാഞ്ഞത്. കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ ചോദിക്കും, അയ്യോ കുറേ ദിവസമായില്ല വീഡിയോ ഇട്ടിട്ട്, എൻ്റെ വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാത്തത്. ഇനി മെല്ലെ വരും. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ദേവട്ടി മുരളേട്ടനൊക്കെ സുഖമായിരിക്കണം. പിന്നെന്താ പറയുക,
നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ ആൾക്കാർ തന്നെ അവിടെ ഇവിടെയും വെച്ചിട്ടൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലിയിലുള്ളവരാണ്. അപ്പോൾ എല്ലാവരോടും ഒരു ഹായ് പറയാണ്. എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം, മുറിവ് ഉണങ്ങാൻ പ്രാർത്ഥിക്കണം, അത്ര തന്നെ. അപ്പം നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി മെല്ലെ വരാട്ടാ. കുക്കിങ്ങിൻ്റെ അല്ലാണ്ട് 2 മാസത്തിന് എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ലാപ്രോസ്കോപ്പിലാണെങ്കിൽ അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. റെസ്റ്റ് വേണം, എന്നാലും ഓപ്പൺ ആകുമ്പോൾ കുറച്ചും കൂടെ റെസ്റ്റ് കൂടുതലാണ്. അപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ തൽക്കാലം പിന്നെയൊക്കെ മാറ്റി വെച്ചിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരും നന്നായി പ്രാർത്ഥിക്കണം. അപ്പം ഇനി നാളെ കാണാം. ബൈ. നാളെ വരുമോ? നാളെ എൻ്റെ മൂഡിനനുസരിച്ചിരിക്കും. ഇന്നിപ്പോൾ എനിക്ക് നല്ല വേദനയൊക്കെ കുറവുണ്ട്, വലിയ കുഴപ്പമില്ല. ഇന്ന് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ അവർ നിറയെ വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞത്. ഈ അനസ്തേഷ്യൊക്കെ തന്നുള്ളതല്ലേ, അതുകൊണ്ടാവും. അപ്പം നിറയെ വെള്ളം കുടിക്കുക, അല്ലാണ്ട് വേറൊരു പാകില്ല എന്നാണ് പറഞ്ഞുള്ളത്. അപ്പം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഭേദമായപ്പോഴാണ് ഇനി ഒന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ കിടക്കുമ്പോൾ പേടിയാവുക. അപ്പോൾ അവരൊന്ന് ചീത്ത പറയുക, നടക്കുക ചേച്ചി, കിടക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. ഓരോരോ ദിവസത്തെ മൂടിനനുസരിച്ചിരിക്കും. എന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. വീട്ടിൽ പോയി ഇച്ചിരി കൂടെ ഉഷാറുണ്ടാവും. അപ്പം ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങളുമായി നാളെ കാണാം. നാളെ കണ്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണാം. ബൈ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, മുഴുവൻ ഉണങ്ങാൻ വേണ്ടിയിട്ട്. ബൈ.